ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണെനക്കുന്നതിന് പകരം നിനക്കെന്നെ കാണുമ്പോൾ മുള്ളു തുടിക്കുന്നില്ലേ ആ. എന്നായിരുന്നു. ഓ. അപ്പോൾ പക്ഷെ അത് വളരെ പ്യുവർ ലിറ്ററേച്ചർ മലയാളമാണ്. ഉം. അതല്ലാതെ കുറച്ചും കൂടി കൊളോക്കിയലായിട്ട് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് സന്തോഷ് സാർ പറഞ്ഞു. ഉം. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ തിരുമേനി ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനെ കുറച്ചും കൂടിയും കൊളോക്കിയലാക്കാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ തിരുമേനി തന്നെ പറഞ്ഞു ഈ പാട്ട് എഴുതുന്നത് തിരുമേനി ഒരു ട്രെയിൻ യാത്രയിലാണ്. ആ. അപ്പോൾ ആ ട്രെയിനിൽ സ്പീക്കർ ഫോണിലിട്ടിട്ട് അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഔട്ട് എടുത്ത് സ്പീക്കറിൽ കൊടുത്തു. എന്നിട്ട് ഞാനും മഞ്ചേരി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ പറയുന്നത് സ്പീക്കറിൽ തന്നെ സ്റ്റുഡിയോ സ്പീക്കേഴ്സിൽ കൂടി നമ്മൾ കേട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു എഴുതിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എഴുതുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു ഇതിൽ കുറച്ചും കൂടിയും നാടൻ ശൈലി കൊണ്ടുവരാൻ എന്തെങ്കിലും പറ്റുമോ? അപ്പനടുത്ത് പറഞ്ഞാൽ മഞ്ചേരിയല്ലേ അവിടെ ഇരിക്കുന്നത്, അവള് നമ്മുടെ നാട്ടുകാരിയല്ലേ, കണ്ണൂരാരിയല്ലേ, ഈ എനിക്ക് എന്നുള്ളത് അനക്ക് നാക്കിയ ലോക്കലായി, പിന്നെ പാടിയിട്ടും എന്നുള്ളത് പാടിയിട്ടും നാക്കിയാൽ മതി. അത് മഞ്ചേരി അടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല, അവള് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മഞ്ചേരി അത് പറഞ്ഞാൽ അത് ഓക്കെ അത് മനസ്സിലായി. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഇടക്കൊന്ന് പോയി വരാല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് തന്നെ സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു സ്ലാങ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പിച്ച വെച്ച നാൾ മുതൽ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും വിദ്യാസാഗറിനെ ഓർക്കുന്നുണ്ട്. കാരണം സൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ് സാറിൻ്റെ പാട്ടുകളിൽ. ഒരുപക്ഷെ ആ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് അങ്ങനെ അനുകരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു സൗണ്ടിങ് ഭയങ്കര രസമാണ്. ഇല്ലെങ്കിൽ ഈ യങ്സ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള സൗണ്ടിങ് ഇന്ന് വേണമെന്നുള്ളതാണ്. അതൊരു കലയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിക് ഡയറക്ഷൻ അപ്പുറത്തേക്കൊരു കലയാണ് ഈ സൗണ്ടിങ് എന്ന് പറയുന്നത്. എവിടെ എങ്ങനെ ഇത് പ്ലേസ് ചെയ്യണം എന്നുള്ളത് എനിക്കെപ്പോഴും കൺഫ്യൂഷനുള്ള ഒരു ഏരിയയാണ്. ഇതിങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കും. അത് കൂടി ഇരിക്കുമ്പോൾ അത് കൂടുതലാണോ എന്ന് ഞാൻ കൂടുതലല്ല, ഇതിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് വിചാരിക്കില്ലേ? അതൊരു പ്രധാനപ്പെട്ടതല്ലേ? ആ സ്കൂളുകളിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചേക്കുന്നത്? ഇത് എനിക്കുണ്ടായ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ ആ ബിഗിനിങ് സ്റ്റേജസ് ചെന്നൈയിലാണ് സ്പെൻഡ് ചെയ്തതെന്നാണ്. അന്നത്തെ കേരളം എന്ന് പറയുന്നത് ഇന്നത്തെ കേരളം പോലെയല്ല. ഇന്ന് വളരെ അഡ്വാൻസ്ഡും ടെക്നോളജിക്കലി വളരെ അപ്ഡേറ്റഡ് ആയി. അന്ന് ടെക്നിക്കലി ബ്രില്യൻ്റ് ആവാനുള്ളൊരു സ്കോപ്പ് നമുക്ക് ഇവിടം വിട്ട് ബോംബെയിലോ ചെന്നൈയിലോ പോയാലേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം അവർ കമ്പീറ്റ് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ മാർക്കറ്റിലാണ്. അപ്പോൾ അവരുടെ കോമ്പറ്റീഷനിലുള്ള മറ്റേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ വർക്ക് ഞാൻ കോമ്പറ്റീഷനല്ല, അവിടുത്തെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അറിഞ്ഞിട്ട് അതെപ്പോഴും കേട്ട് ഞാൻ പോലും അറിയാതെ തമിഴ് ടൈപ്പ് ടെക്നിക്കൽ ഫൈൻനെസ്സും പോളിഷിങ്ങിലും കൂടുതൽ ശ്രദ്ധ വന്നു. അതൊക്കെ ചെയ്ത് ഇവിടെ വരുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയി ഇവിടെ. കാരണം ഞാൻ ശരിക്കും അതിനല്ല, ഞാൻ എപ്പോഴും കേൾക്കുന്നത് അവിടുത്തെ റേഡിയോയിൽ അവിടുത്തെ തമിഴ് പാട്ട് അതൊക്കെയാണ്. അപ്പം അവിടെ ചുറ്റും വർക്ക് ചെയ്യുന്ന മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടാണ് നമുക്ക് ഇൻസ്പിറേഷൻ. അപ്പോൾ വിദ്യാജിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തും വിദ്യാജിയുടെ തമിഴ് പടം ഇറങ്ങുമ്പം ആ സമയത്ത് ഇറങ്ങുന്ന മറ്റു പാട്ടുകളുടെ എന്തൊക്കെയാണ് പെർഫെക്ഷൻ എന്ന് നോക്കി ചെയ്താണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. ഇപ്പോഴും പ്രോഗ്രാം ചെയ്യാറില്ലേ സാറിന് വേണ്ടിയിട്ട്? വിദ്യാജിക്ക് മാത്രം ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ആനന്ദമോ എന്നുള്ളൊരു പാട്ട് ലാൽ ജോസ് പടത്തിൽ ചെയ്തു. അത് 15 വർഷത്തിന് ശേഷം ആണ് വിദ്യാജിക്ക് വേണ്ടിയിട്ട്. അത് വിദ്യാജിക്ക് ചോദിക്കാനൊരു പടി ഉണ്ടായിരുന്നു. മാനേജർ വിളിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പോൾ പ്രോഗ്രാമിംഗ് വിദ്യാജി പറഞ്ഞാൽ ചെയ്യുമോ? ഞാൻ പറഞ്ഞു മരണം വരെ വിദ്യാജി എപ്പോൾ വിളിച്ചാലും. അന്ന് ഞാനൊരു പ്രൊഫഷണൽ കീബോർഡ് പ്ലെയർ ആയിരുന്നു, അതുകൊണ്ട് അന്ന് റെമ്യൂണറേഷൻ വേണമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് കീബോർഡ് വായിക്കുന്നതിന് ഞാൻ പൈസ ചോദിക്കില്ല, തന്നാലും വാങ്ങില്ല. പക്ഷെ വിദ്യാജിക്ക് വേണ്ടി വായിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു എപ്പോഴും ആ ചെയ്യുന്ന പാട്ടിൽ കൂടെ ഞാൻ എന്തെങ്കിലും പഠിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു ലെസൺ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും വിദ്യാജിക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞു.